ഹായ് എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മാമ്പഴം നമുക്ക് എങ്ങനെയാണ് ഒരു വർഷത്തിനൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുക എന്നുള്ളതാണ് കേട്ടോ. സാധാരണ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്, മാമ്പഴക്കാലത്തൊക്കെ നമുക്ക് മാമ്പഴ കറി വെക്കാനോ പുളിശ്ശേരി വെക്കാനോ ഒന്നും തോന്നില്ല. പക്ഷേ മാമ്പഴ സീസൺ അങ്ങ് കഴിഞ്ഞ് കഴിയുമ്പോൾ മാമ്പഴ പുളിശ്ശേരി കൂട്ടാനും മാമ്പഴക്കറി വെക്കാനൊക്കെ തോന്നും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. നന്നായിട്ട് പഴുത്ത മാങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ തോല് നമുക്കിങ്ങനെ പൊളിച്ച് കളയാം, അല്ലെങ്കിൽ ചെത്തിയെടുക്കാം. ചെത്തിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ നീരൊക്കെ കുറേ പോവാതിരുന്നോളും, അല്ലെങ്കിൽ അതിൻ്റെ ജ്യൂസൊക്കെ കുറേ പോകും കേട്ടോ. ഞാൻ കൂടുതലും പൊളിച്ചെടുക്കുക ചെയ്തത്. ഒരെണ്ണം മാത്രമേ ചെത്തിയെടുത്തുള്ളൂ, കാരണം അത് മാത്രമേ നന്നായിട്ട് പഴുത്ത് പോകാത്തുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം നന്നായിട്ട് പഴുത്ത് നമുക്ക് ചെത്തിയെടുക്കാൻ പറ്റത്തില്ല എന്നതുകൊണ്ടാണോ ചെത്തിയെടുക്കാതെ. അപ്പോൾ ഞാൻ തോലെല്ലാം പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇത് മാത്രമേ ഞാൻ ചെത്തിയെടുത്തുള്ളൂ. ഏഴ് മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പാകം ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ചട്ടി ഏതാണോ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വേവിച്ചാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കറി വെക്കുമ്പോൾ എന്നാലും നമ്മൾ കുറച്ചുകൂടെ മുളക് പൊടിയൊക്കെ ചേർക്കുമല്ലോ. അപ്പം ഈ മാങ്ങയ്ക്ക് പിടിക്കാനുള്ള മാത്രം മുളക് പൊടി ഞാനിതിനകത്ത് ചേർക്കുന്നുള്ളൂ. കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ട് നമുക്കിത് മിക്സാക്കാം. എല്ലായിടത്തും എരിവും ഉപ്പും ഒക്കെ പറ്റുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഗ്യാസിലോട്ട് വയ്ക്കാം. ഇനി ഇത് വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളമൊക്കെ മതി. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വെന്തില്ലാന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ, ഈ വെള്ളം പറ്റി കഴിയുമ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാലും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. തിള കയറി കഴിഞ്ഞാൽ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇത് തിരിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു സൈഡ് തന്നെ വേവാതെ മറിച്ചും തിരിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. മധുരമുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശർക്കര ചേർക്കേണ്ട. അല്ലാതെ മധുരം ഇല്ലാത്ത മാങ്ങ, പുളിയുള്ള മാങ്ങയുണ്ടല്ലോ, പഴമാണെങ്കിലും പുളി കൂടുതലുള്ളത്, അതിനാണെങ്കിൽ ഒരു കുറച്ച് ശർക്കര കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. അപ്പം ഞാൻ കുറച്ച് ശർക്കര ചേർക്കുന്നുണ്ട്, ചിരകിയാണ് ചേർക്കുന്നത്. ഇത് അത്യാവശ്യം മധുരമുള്ള മാങ്ങയാണ്. ഒരുപാട് സമയമൊന്നും മാമ്പഴം വേകാൻ വേണ്ടി ആവില്ല കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനും ഇത് പാകമായി കിട്ടും. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ശർക്കര ചിരകിയത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ചിരകിയതായതുകൊണ്ടാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഉപ്പും മുളകും ഒക്കെ ചേർക്കുന്ന ആ സമയത്ത് തന്നെ കട്ടയായിട്ടിരിക്കുന്ന ശർക്കരയാണെങ്കിൽ ആ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിങ്ങനെ പാകം ചെയ്തിട്ട് അപ്പം തന്നെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. എൻ്റെ വെള്ളം പറ്റിയിട്ടും കുറച്ചുകൂടെ വേകാൻ ഉണ്ടായതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വെച്ചേക്കാണ്. അപ്പം നാടൻ കറിയൊക്കെ കൂട്ടാൻ കൊതിയൊക്കെ ആയിട്ട് നമ്മുടെ വിദേശത്ത് നിന്ന് ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ അവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ ആ സമയത്ത് എടുത്ത് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഈ വെള്ളം നന്നായിട്ട് പറ്റി വരണം. അപ്പം നമ്മുടെ വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഗ്യാസ് ഓഫ് ചെയ്യാം, എന്നിട്ട് തണുക്കാൻ വയ്ക്കാം.
നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ ഇതാ ഞാൻ വാങ്ങി വെച്ചേക്കുമായിരുന്നു. അപ്പം 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും തണുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മളിത് നന്നായിട്ട് അടച്ചു വെക്കാൻ പരുവത്തിനുള്ളൊരു പാത്രത്തിലേക്ക് ഇട്ട് ഫ്രീസറിൽ വെക്കാൻ പോകുന്നത്. നമുക്കിത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഈ പാത്രത്തിൽ തന്നെയാണ് ഞാനിത് ഫ്രീസറിൽ വെക്കാനും പോകുന്നത്. എല്ലാം വടിച്ചൊഴിച്ച് വെക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും കറി വെച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഇനി ഇത് ടൈറ്റായിട്ട് അടച്ച് ഫ്രീസറിലേക്ക് വെച്ചാൽ മതി. അടുത്ത വർഷം നമുക്ക് എടുക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.